ഹരിയോ എല്ലാവർക്കും നമസ്കാരം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഈ മഹാഭാരതത്തിന്റെ ഈ ധ്യാന ശ്ലോകത്തില് അല്ലെങ്കിൽ പ്രഥമ ശ്ലോകം മംഗളാചരണത്തില് ഒരു ചെറിയ പാഠഭേദവും കാണാം. സരസ്വതീം വിദ്യാം, വിദ്യയുടെ ദേവിയായിട്ടുള്ള സരസ്വതിയെ, അതിനുശേഷം ജയം മഹാഭാരതം, ഭഗവാൻ സാക്ഷാൽ നാരായണനെ നമസ്കരിച്ച് നരനിൽ ശ്രേഷ്ഠനായിട്ടുള്ള മനുഷ്യന്മാരെ നമസ്കരിക്കുക എന്നുള്ള ഒരർത്ഥം. മറ്റൊന്ന് അർജുനനെ നമസ്കരിച്ചുകൊണ്ട്, അതുപോലെ സരസ്വതിയെ, വ്യാസം എന്നുള്ളിടത്ത് വ്യാസഭഗവാനെ, വ്യാസര് തന്നെ എഴുതുന്ന സമയത്ത് വ്യാസരെ നമസ്കരിക്കണം എന്നുള്ളത് എഴുതാറില്ല. അതുകൊണ്ട് പിന്നീട് നമ്മൾ വ്യാസരെ സ്മരിക്കുന്നു. അതുകൊണ്ട് വ്യാസം തതോ വ്യാസം, വ്യാസരെയും അതിനുശേഷം മഹാഭാരതം എന്നുള്ള നിലയിൽ. ഇവിടെ ഇന്ന് നമുക്കൊരു പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് വന്നത്, ഈ മഹാഭാരതം പറയുമ്പോൾ സ്വാമി ഭീഷ്മപർവം പറയുന്നു. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ആരംഭം, എവിടുന്നാണ്, എങ്ങനെയത് തുടങ്ങുന്നത്, അതിന്റെ ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരാമോ എന്നുള്ള ഒരു പേഴ്സണൽ മെസ്സേജ് ഉണ്ടായിരുന്നു. ഇവിടെ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ ഇത് നമ്മൾ നേരത്തെ ഹരികൃഷ്ണൻ പറഞ്ഞു, ഇതൊരു അവിചാരിതമായിട്ടാണ് ഈ ഭീഷ്മപർവം ഇങ്ങനെ ചർച്ച ചെയ്യാൻ കാരണമായിട്ടുള്ളത്. കർണനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങിയതാണ്. അതുകൊണ്ടാണ് അത് മഹാഭാരതത്തിന്റെ തുടർച്ചയായി അതിന്റെ ആരംഭമായിരുന്നുവെങ്കിൽ ആദിപർവത്തിൽ നിന്ന് തുടങ്ങണമായിരുന്നു. അതല്ല, ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ചെയ്തത്. എന്തായാലും ഈ ചോദ്യം വന്ന സ്ഥിതിക്ക് അതിന്റെ മുമ്പ് പറയപ്പെട്ടിട്ടുള്ള, എന്നാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പർവങ്ങളിൽ ആദിപർവമാണ് ആദ്യത്തേത്. അപ്പോ ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ ഒരു ആരംഭം, എവിടെയാണ് മഹാഭാരതത്തില് ഇത് പറയുന്നത്? ഇത് ഒരുപാട് ഇതില് സംവാദങ്ങളുണ്ട്. അപ്പൊ ഇതിൽ ആദ്യത്തെ സംവാദം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഏതാണ് ഇതിനൊരു തുടക്കം പറയുന്നത് എങ്ങനെ? ഇപ്പൊ നമ്മൾ സിനിമയിലൊക്കെ, ചില സിനിമകളൊക്കെ, എത്രയോ സിനിമകളുണ്ട്, മലയാളമാണെങ്കിലും തമിഴും എല്ലാ ഭാഷകളിലുള്ള സിനിമകളിൽ ചിലപ്പോൾ ഒരാൾ ഒരു ഡയറി എഴുതുകയായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ ഡയറി മറ്റൊരാൾ വായിക്കുന്നതിലൂടെയാണ് കഥ പറയുക, അല്ലെങ്കിൽ ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള സംഭാഷണം നടക്കുന്നു, ഒരു ചെറിയത്, പിന്നെ അതിന്റെ വിസ്താരമാണ്, വിപുലീകരിച്ചിട്ടുള്ള ഇതാണ്. ശരിക്കും ഇവരൊക്കെ ഇതിനെ ഉൾക്കൊണ്ടിട്ടുള്ളത് നമുക്ക് തോന്നുന്നു മഹാഭാരതത്തിൽ നിന്നാണ്. മഹാഭാരതത്തിന്റെ വഴി അങ്ങനെയാണ്. ഇത് തുടങ്ങുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്ത്. ഈ നൈമിഷാരണ്യം ഈ മഹാഭാരതത്തില്, ഈ മഹാഭാരതം പറയുമ്പോൾ പറയുന്നത് തന്നെ ഉണ്ട്. മഹാഭാരതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വൈചിത്ര ചിത്രീകൃതം എന്നാണ്. ഇതില് വിചിത്രാർത്ഥങ്ങളായിട്ടുള്ള കഥകളുണ്ട്, അനേകം കഥകൾ, വിചിത്രങ്ങളായിട്ടുള്ള അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ളതാണ് ഇതിലെ കഥകൾ. അപ്പൊ അതുകൊണ്ട് വിചിത്രങ്ങളായ അർത്ഥങ്ങളാണ് ഈ സ്ഥലങ്ങൾക്കും എല്ലാം നൽകിയിരിക്കുന്നത്. ഇപ്പൊ നൈമിഷാരണ്യം എന്ന് പറയുന്ന സ്ഥലത്തിന് തന്നെ വ്യാസൻ നിർവചിക്കുന്നുണ്ട്. അനിമിഷ ക്ഷേത്ര എന്നാണ്. നൈമിഷേ അനിമിഷ ക്ഷേത്ര എന്നാണ്. അതായത് ക്ഷേത്രം എന്ന് പറഞ്ഞ സ്ഥലം എന്നാണ്. നിമിഷം പോലും ഇല്ലാത്ത ഇടം. നിമിഷം എന്നുള്ളത് കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ്. നമ്മൾ പറയുമല്ലോ, കാലത്തിന്റെ ഏറ്റവും വലുത് എന്ന് നമ്മൾ പറയുമ്പോൾ സഹസ്രാബ്ദം എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ പിറകിലേക്ക്, ഇപ്പം നമ്മൾ സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, പ്ലാറ്റിനം എന്നൊക്കെ പറയുമല്ലോ, 100 വർഷം, 75, 50 എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളുടെ ഒരു വലിയ ഇതിന് കാലയളവിനെ നമ്മൾ പറയും, നൂറ്റാണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അത് ഇങ്ങനെ പിറകിലേക്ക് വരുമ്പം വർഷത്തിൽ നിന്ന് നമ്മൾ മാസത്തിലേക്ക് വരും. മാസം 12 മാസങ്ങൾ കൂടുമ്പോഴാണല്ലോ ഒരു വർഷം, നമുക്കറിയാലോ. അത് മാസത്തിൽ നിന്ന് പിറകിലേക്ക് വരുമ്പോൾ ആഴ്ചയാണ്, ആഴ്ചകളാണ്, 4 ആഴ്ചകൾ. ആഴ്ച ദിവസങ്ങളാണ്, 7 ദിവസങ്ങളാണല്ലോ ഒരാഴ്ച. ദിവസങ്ങൾ എന്ന് പറയുന്നത്, ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂറാണ്. മണിക്കൂറുകളുടെ പിറകിലേക്ക് വരുമ്പോൾ നമ്മൾ സെക്കൻഡുകൾ വരും, മിനിറ്റ് വരും, പിന്നെ സെക്കൻഡ് വരും,
ആ സെക്കൻഡിന്റെ കാലത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് ഈ പറയുന്ന നിമിഷം എന്ന് പറയുന്നത്. അത് നമ്മൾ മൈക്രോ സെക്കൻഡ് എന്നൊക്കെ ഇന്നത്തെ ഗണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അതിന് കണക്കുണ്ട്. അതിന് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് സൂക്ഷ്മമായ സമയത്തെക്കുറിച്ച് പറയുന്നതാണ്. നമുക്ക് മുഹൂർത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലി കെട്ടാനുള്ള ഒരു ശുഭ നേരം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. മുഹൂർത്തം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. കാലഗണനയിൽ കാലത്തെ ഗണിക്കുന്ന സമയത്ത് മുഹൂർത്തം എന്ന് പറഞ്ഞാൽ ഒരു സൂചി ഒരു ഇലയിലേക്ക് കുത്തുന്ന സമയത്ത് ആ സൂചി ഇലയുടെ പുറകിലേക്ക് വരാൻ എടുക്കുന്ന സമയം, അതാണ് മുഹൂർത്തം. അതാണ് താലിയുടെ കൊളുത്തിടുന്ന ആ സമയം. അതുകൊണ്ടാണ് അതിന് മുഹൂർത്തം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെയൊക്കെ പിറകിലേക്ക് വരുമ്പോഴാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. അപ്പോ ഈ അനിമിഷം എന്ന് പറയാണ്. അവിടെ എന്താണ്? നിമിഷവും ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞാൽ കാലം ഇല്ലാത്തതാണ്. അവിടെ എന്താണ്? സ്പേസ് ഇല്ല എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ടൈമും ഇല്ല. അവിടെയാണ് ഈ കഥ നടക്കുന്നത് എന്ന് പറയാം. അപ്പോൾ നൈമിഷാരണ്യത്തിന് ഒരു നിർവചനം അങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. പറഞ്ഞു വരുമ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഇത് വിചിത്രാർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള കഥകളാണ് ഇതിൽ നിറയെ ഉള്ളത്. പക്ഷെ അതേസമയം നമുക്കിതിൻ്റെ വലിയൊരു ഒരു എന്താ ജോഗ്രഫിക്കലായിട്ട് തന്നെ ഇതിൻ്റെ വലിയ വിസ്താരമാണ് ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വന്നത്, ഇതിൻ്റെ ആരംഭം നടക്കുന്നത് നൈമിഷാരണ്യം എന്ന് പറയുന്ന ഒരു ഭൂപ്രദേശത്ത്. ഇപ്പം നമ്മുടെ യുപിയിലാണ് നൈമിഷാരണ്യം. നമുക്ക് ഇവിടെ എന്താ പറയുക, വാരണസി എന്നൊക്കെ വളരെ അടുത്താണ്. ഉത്തർപ്രദേശിലാണ് അത് വരിക നമ്മൾ പറയുന്ന സമയത്ത്. പക്ഷെ ഇവിടെ കഥ പറയുമ്പോൾ നൈമിഷാരണ്യത്തിൽ ഈ വലിയൊരു സത്രം നടക്കുകയാണ്. സത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാത്മാക്കളായിട്ടുള്ള ആളുകളൊക്കെ വന്നു ചേർന്ന് അവിടെ വേദാന്ത ചർച്ചകൾ നടക്കുന്ന വലിയൊരു വേദിയാണ് സത്രം. ആ സത്രങ്ങൾ പല രീതിയിലുണ്ട്. ഈ സത്രം നടക്കുന്നത് 12 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രമാണ്. സത്രത്തിന് എപ്പോഴും എവിടെയാണോ സത്രം നടക്കുന്നത് അതിൻ്റെ കുലപതിയാണ് ആ സത്രത്തിൻ്റെ യജമാനൻ. അപ്പൊ ഇവിടെ നൈമിഷാരണ്യത്തിന്റെ കുലപതിയായിട്ടുള്ളത് ശൗനക മഹർഷിയാണ്. അപ്പൊ ശൗനക മഹർഷിയുടെ നേതൃത്വത്തില് നൈമിഷാരണ്യത്തില് വലിയൊരു സത്രം നടക്കുന്നതാണ് മഹാഭാരതത്തിന്റെ ആരംഭം എന്ന് പറയുന്നത്. ആ സത്രം നടക്കുന്ന സത്രഭൂമിയിലേക്ക് ഒരാൾ വരികയാണ്. ആരാണ് വരുന്നത് എന്നാണെങ്കിൽ ലോമഹർഷണന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസ്. ലോമഹർഷണൻ എന്ന് പറയുന്നത് വ്യാസന്റെ ശിഷ്യനാണ്. അദ്ദേഹത്തിനാണ് വ്യാസര് പുരാണങ്ങളെയും ഇതിഹാസങ്ങളെയും ഉപദേശിച്ചിട്ടുള്ളത്. ജൈമിനി, സുമന്തു തുടങ്ങിയിട്ടുള്ളവർക്ക് വേദങ്ങൾ ഉപദേശിച്ചു കൊടുത്ത, ഋഗ്വേദം എന്ന ആൾക്ക്, യജുർവേദം എന്ന ആൾക്ക്, ഇങ്ങനെ പറഞ്ഞ 5 പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ലോമഹർഷണൻ. ആ ലോമഹർഷണന്റെ പുത്രനായിട്ടുള്ള ഉഗ്രശ്രവസിന് മറ്റൊരു പേരുണ്ട്, സൗദി എന്ന് പറയും, സൂതപുത്രൻ എന്നുള്ള നിലയിൽ അവരുടെ നേതാവാണ്. അങ്ങനെ ഈ ഉഗ്രശ്രവസ് അവിടേക്ക് ഈ സത്രത്തിലേക്ക് വരുന്ന സമയത്ത് ഉഗ്രശ്രവസിനെ എല്ലാവരും സ്വീകരിച്ചിരുത്തുകയാണ്. അങ്ങനെ സ്വീകരിച്ചിരുത്തിയിട്ട് ഉഗ്രശ്രവസിനോട് ചോദിക്കുന്നതാണ്, അങ്ങ് എവിടെ നിന്നാണ് വരുന്നത്? വളരെ പ്രസന്നനായിട്ടാണല്ലോ, എവിടെയായിരുന്നു ഇത്ര കാലം, എവിടെ നിന്നാണ് വരുന്നത് എന്ന്. അപ്പൊ ഉഗ്രശ്രവസ് പറയാണ്, ഞാൻ പരീക്ഷിത്തിന്റെ പുത്രനായിട്ടുള്ള ജനമേജയന്റെ സർപ്പയജ്ഞത്തിൽ അവിടെ നിന്ന് വരികയാണ്. അപ്പൊ അവിടെ ഈ ജനമേജയന് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ ജനമേജയനായിക്കൊണ്ട് അവിടെ വ്യാസമഹർഷി നിർമ്മിച്ചതായിട്ടുള്ള ഈ മഹാഭാരത കഥകള് വൈശമ്പായനൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോ ഇവിടെ ആദ്യത്തെ സംവാദം ആര് തമ്മിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഉഗ്രശ്രവസ്സും മഹർഷിമാരും തമ്മിലാണ്. അപ്പൊ ആ മഹർഷിമാരോട് ഉഗ്രശ്രവസ് മഹാഭാരതം പറയുമ്പം താൻ പറയുന്ന മഹാഭാരതം താൻ നേരിട്ട് കേൾക്കുകയാണ്. ആരിൽ നിന്നാണ് കേൾക്കുന്നത് എന്നാണെങ്കിൽ വ്യാസർ നിർമ്മിച്ചതായിട്ടുള്ള, അങ്ങനെയാണ് അതിൽ പറയുക. എന്താ പറയുക? ജനമേജയസ്യ രാജർഷേഹേ
സർപ്പസത്രൈ മഹാത്മനഃ സമീപേ പാർത്ഥിവേന്ദ്രസ്യ സമ്യക് പാരീക്ഷിതസ്യ ച കൃഷ്ണദ്വൈപായന പ്രോക്ത സ പുണ്യോ വിവിധാ കഥാഃ കഥിതാശ്ചാപി വിധിവത് യാ വൈശമ്പായേന വൈ ശ്രുത്വാഹം താ വിചിത്രാർത്ഥ മഹാഭാരത സംശ്രിതാഃ. അപ്പോ ഞാനത് ഈ ജനമേജയൻ രാജാവിന്റെ സർപ്പയജ്ഞത്തിൽ അദ്ദേഹത്തിന്റെ സമീപത്ത് വെച്ച് വ്യാസമഹർഷി നിർമ്മിച്ചതായിട്ടുള്ള വിചിത്രങ്ങളായിട്ടുള്ള അർത്ഥങ്ങളോട് കൂടിയിട്ടുള്ള മഹാഭാരത കഥയെ വൈശമ്പായനൻ വിധിയാമണ്ണം ജനമേജയന് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കേട്ടു. അപ്പോ ഇവര് പറയാണ്, അത് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്നാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ആരംഭം. അപ്പൊ ഇതിലെ ആദ്യ സംവാദം ആര് തമ്മിലാണ് എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം. അങ്ങനെ ഇവിടെ അത് വരുന്ന സമയത്ത് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത് ഭീഷ്മപർവമാണല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ 6ാമത്തെ പർവമായിട്ടുള്ള ഭീഷ്മപർവം. ഇതിലെ സന്ദർഭം എന്താണ്? ഈ മഹാഭാരത കഥ പറയുന്ന കൂട്ടത്തിൽ ഭീഷ്മര് ഇവിടെ വരാൻ പോകുന്നത് അവസാനമാണ്. ധൃതരാഷ്ട്രരാണ്. അപ്പൊ ഈ ധൃതരാഷ്ട്രർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് നമ്മൾ കണ്ടു. സാക്ഷാൽ വേദവ്യാസൻ തന്നെ മകന് ഉപദേശം കൊടുക്കാൻ വന്നു, ചിലതൊക്കെ പറഞ്ഞു. അതിനൊക്കെയുള്ള വിശദമായ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിലുണ്ടായി, നാരദര് തമ്മിലുണ്ടായി. അങ്ങനെ വേദവ്യാസനിൽ നിന്ന് എല്ലാ അനുഗ്രഹവും കിട്ടിയിട്ടുള്ള സർവജ്ഞനായിട്ടുള്ള ജ്ഞാനത്തിന്റെ മൂർത്തിമത് രൂപമായിട്ടുള്ള സഞ്ജയൻ ധൃതരാഷ്ട്രരുമായിട്ട് സംവദിക്കുന്നു. അപ്പൊ വളരെ ഉത്സാഹത്തോടു കൂടി ധൃതരാഷ്ട്രൻ സഞ്ജയനോട് ചോദിക്കുന്നതാണ് ഭൂമിയെക്കുറിച്ചും അതുമായിട്ടുള്ള അനുബന്ധ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുന്നു. അതാണ് നമ്മളിപ്പോ വിസ്തരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് സംവാദം ആര് തമ്മിലാണ് എന്നാണെങ്കിൽ ധൃതരാഷ്ട്രരും സഞ്ജയനും തമ്മിലുള്ളതാണ്. അപ്പോ അങ്ങനെ പല ഗ്രാമങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. എന്തായാലും ഈ ധൃതരാഷ്ട്രൻ ചോദിക്കുന്നു, ധൃതരാഷ്ട്ര ഉവാച യദിദം ഭാരതം വർഷം യത്രേദം മൂർച്ഛിതം ബലം യത്രാദിമാത്ര ലുബ്ധോയം പുത്രോ ദുര്യോധനോ മമ യത്ര ഗൃധാ പാണ്ഡുപുത്രോ യത്ര മേ സജ്ജതേ മന ഏതന്മേ തത്വമാ ചക്ഷുവ ത്വം ഹി മേ ബുദ്ധിമാൻ മദ. ധൃതരാഷ്ട്ര പറയുന്നു, ഹേ സഞ്ജയ, ഇത് ഭാരതവർഷമാണല്ലോ. ഭാരതവർഷം നമ്മൾ പറഞ്ഞു, ഇവിടെ മഹാഭാരതത്തിൽ നിങ്ങൾ മഹാഭാരതവുമായി ബന്ധപ്പെട്ട് പുതിയതായിട്ട് കേൾക്കാൻ വരുന്ന പലരും ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയമാണ്. മുൻപ് ക്ലാസ്സിലും പറഞ്ഞിരുന്നു, വർഷം, ഭാരതവർഷം എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജനുവരി ഫെബ്രുവരി എന്നതുപോലെ പണ്ട് കാലത്ത് വേറെ ഒരു പേര് ഉപയോഗിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ ധരിക്കാം. ഇത് രണ്ടുമല്ല, മറിച്ച് ഭൂപ്രദേശത്തെ, രാജ്യത്തെ കുറിക്കുന്നതാണ് വർഷം എന്ന് പറയുന്നത്. അപ്പൊ ഭാരതമാകുന്ന രാജ്യം, ഭാരതവർഷം എന്ന് പറഞ്ഞാൽ ഭാരതമാകുന്ന ഭൂഖണ്ഡം, ആ പ്രദേശത്തെ മൊത്തത്തിൽ പറയുന്ന പേരാണ്. അപ്പോ ഇത് ഭാരതമാണല്ലോ, ഭാരതവർഷമാണല്ലോ. ഇവിടെയാണല്ലോ യദിദം ഭാരതം വർഷം യത്രേദം മൂർച്ഛിതം ബലം യത്രാദിമാത്ര ലുബ്ധോയം പുത്രോ ദുര്യോധനോ മമ. ഇവിടെയാണ് ഈ സാമ്രാജ്യം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ എൻ്റെ പുത്രനായിട്ടുള്ള ദുര്യോധനും പാണ്ഡവന്മാരും ഒക്കെ തന്നെ ഇതിനു വേണ്ടി അടിയുണ്ടാക്കാൻ നിൽക്കുന്നത്, കടിപിടി കൂടാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവർ ഈ ഭാരതവർഷത്തിന് വേണ്ടിയിട്ടാണല്ലോ ഇവർ യുദ്ധത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോ അതിനെക്കുറിച്ച്, ഈ ഭാരതവർഷത്തെക്കുറിച്ച് എന്നോട് വിസ്തരിക്കൂ. മുൻ അധ്യായങ്ങളിൽ
ഇതിൻ്റെ മറ്റ് പല ഭൂപ്രദേശങ്ങളെക്കുറിച്ചും അങ്ങനെയൊക്കെ പല വിസ്താരങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ സഞ്ജയൻ പറയുന്നു, സഞ്ജയ ഉവാച ന തത്ര പാണ്ഡവാ ഗൃദ്ധാഃ ശൃണുരാജന്വജോ മമ വൃദ്ധോ ദുര്യോധനസ്തത്ര ശകുനിശ്ചാപി സൗബല അപരേ ക്ഷത്രിയാശ്ചൈവ നാനാ ജനപദേശ്വരാഃ യേ ഗൃധാ ഭാരതേ വർഷേ നമുഷ്യന്തി പരസ്പരം. അവിടെ സഞ്ജയൻ ധൃതരാഷ്ട്രന്റെ ചോദ്യത്തിന് വളരെ ശിഷ്യന്റെ ചോദ്യത്തിന് ഗുരു വളരെ മനോഹരമായിട്ട് ഉത്തരം നൽകുന്നത് പോലെ പറയുന്നു. ഹേ രാജന്, അങ്ങ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എന്താണ്? ശൃണു, കേട്ടാലും. ശൃണു രാജൻ വജോ മമ, എൻ്റെ വാക്കുകൾ അങ്ങ് കേട്ടാലും. വൃദ്ധോ ദുര്യോധന തത്ര ശകുനി ച അപി സൗബലഃ. വാസ്തവത്തില് ഈ പാണ്ഡവന്മാർക്ക് ഒരു ദുരാഗ്രഹമില്ല. വാസ്തവത്തില് ഇത് ശകുനിക്കും അങ്ങയുടെ പുത്രനുമാണ് ഇത് കിട്ടണം എന്നൊരു ദുരാഗ്രഹം ഉണ്ടായിട്ടുള്ളത്. മറ്റവർക്ക് ഇതിൽ ദുരാഗ്രഹം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, അപരേ ക്ഷത്രിയാഹ ച ഏവ നാനാ ജനപദേശ്വരാഹ, അനേകമായിട്ടുള്ള അപരേ ക്ഷത്രിയാശ്ച, വിഭിന്നങ്ങളായിട്ടുള്ള മറ്റ് ദേശക്കാരായിട്ടുള്ള രാജാക്കന്മാർക്കും ആ ക്ഷത്രിയന്മാർക്കും ഒന്നും ഈ രാജ്യം കിട്ടണം എന്നുള്ള യാതൊരു ദുരാഗ്രഹവും കാരണമല്ല അവരിവിടെ എന്താ പറയുക ഇതിന് വന്നിട്ടുള്ളത്. പക്ഷെ ചിലർക്ക് എന്താണ്, അന്യോന്യം ഒരു ദുരാഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം വന്നു ചേർന്നിട്ടുള്ളത്. അത്രതേ കീർത്യയിഷ്യാമി വർഷം ഭാരതം പ്രിയമിന്ദ്രസ്യ ദേവസ്യ മനോർവൈവസ്വതസ്യ ച. അതുകൊണ്ട് ഹേ ഭാരത, ഈ ഭാരതത്തിൽ ഭരതവംശ കുലത്തിൽ ജനിച്ചിട്ടുള്ള അങ്ങും കൂടെ ഉൾപ്പെടുന്ന ഹേ ഭാരത, ഇത് ഞാന് നിങ്ങൾക്ക് എന്താണ്, പ്രിയമിന്ദ്രസ്യ ദേവസ്യ, ഇന്ദ്രനും ആ മനുവിന്റെ പാരമ്പര്യം പറയുമ്പോൾ വൈവസ്വതനും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള ഈ ദേശത്തെ ഞാൻ അങ്ങേക്ക് വിസ്തരിച്ചു പറഞ്ഞു തരാം. അപ്പൊ ഈ രാജാക്കന്മാരെ കുറിച്ച് ആണ് ആദ്യം തന്നെ ആരാലാണോ ഈ രാജ്യം പ്രസിദ്ധമായിട്ടുള്ളത് അവരുടെ വലിയൊരു ലിസ്റ്റ് എടുക്കുക. ലിസ്റ്റ് കേട്ടാൽ തന്നെ നമ്മൾ ഞെട്ടിപ്പോവും. പൃഥോസ്തു രാജൻ വൈന്യസ്യ ഹൃദേക്ഷ്വാഗോർമഹാത്മന യയാദേരംബരീഷസ്യ മാന്ധാതുർനഹുഷസ്യ ച തദൈവ മുജുകുന്ദസ്യ ശബരൈരീശ്വരനരസ്യ ച ഋഷഭസ്യ തഥൈളസ്യ നൃഗസ്യ നൃപതേസ്തഥാ കുശീകസ്യ ച ദുർധർഷ ഗാദേശൈവ മഹാത്മനഃ സോമകസ്യ ച ദുർധർഷ ദിലീപസ്യ തദൈവ ച അന്യേഷാം ച മഹാരാജ ക്ഷത്രിയാണാം ബലീയസാം സർവേഷാമേവ രാജേന്ദ്ര പ്രിയം ഭാരതം. എല്ലാവരുടെയും പേരുകൾ അങ്ങോട്ട് പറയാ. ഹേ രാജന്, ആരൊക്കെയാണ് ഇവര്? വേനന്റെ പുത്രനായിട്ടുള്ള പൃഥു. വേനൻ മഹാതല്ലിപ്പൊളിയായിരുന്നു. വേനനാണ് ഇത് മൊത്തത്തിൽ എന്താ പറയുക നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയിട്ടുള്ളത്. മഹാഭാരതത്തിൽ ആ കഥ വരും. ആ വേനനാണ് മഹർഷിമാരുടെ ശാപം കേട്ട് മഹർഷിമാരാൽ ശപിക്കപ്പെട്ട് മരിച്ചുപോയി എണ്ണത്തോണിയിലിട്ട് ആ മൂപ്പരുടെ ശരീരം കടഞ്ഞെടുത്ത് ജനിച്ച പൃഥു. ആ പൃഥുവിനെ പറയുന്നത് തന്നെ വളരെ കേമായിട്ടാണ് ഇവിടെ. വേനന്റെ പുത്രനായ പൃഥു എന്ന് പറയുമ്പോൾ അച്ഛൻ മഹാ കൊള്ളരുതാത്തവനായിരുന്നു, കാട്ടുകള്ളനായിരുന്നു, ഈ കള്ളന്മാരിൽ നിന്ന് പിടിച്ചു പറിക്കുന്ന ആളായിരുന്നു. ഇവരുടെ സംഭാഷണമൊക്കെ ഭയങ്കര രസമാണ് മഹാഭാരതത്തില്. ഞാനൊരു കള്ളനുള്ളപ്പം പിന്നെ നിങ്ങളെങ്ങനെയാണ് കട്ടാ ശരിയാവുക എന്ന് ചോദിക്കുന്നത്. അപ്പൊ രാജാവാണ്, അങ്ങോരെ രാജാവാക്കിയതാ, രാജയും അന്യം നിന്ന് പോയപ്പോ. അങ്ങനെ അവസാനം ഇങ്ങോരെ എണ്ണത്തോണിയിലിട്ട് അത് കടഞ്ഞപ്പം അതിൽ നിന്ന് ജനിച്ചതാണ് പൃഥുവും അർച്ചിസും. അങ്ങനെ പൃഥുവിനെ പുകഴ്ത്തി പാടിക്കൊണ്ട്, അപ്പൊ പൃഥു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. പൃഥു ചോദിക്കും, ഞാൻ ഇങ്ങോട്ട് ജനിച്ചിട്ടല്ലേ ഉള്ളൂ, ഞാൻ രാജാവായി അഭിഷേകം ചെയ്യുന്നേ ഉള്ളൂ, അതിനു മുമ്പ് ഞാൻ കേമനാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ എങ്ങനെയാണ്?
എന്നൊക്കെ പറഞ്ഞ് പൃഥുവിൻ്റെ ചരിതമുണ്ട്, പൃഥുചരിതം. അത് വളരെ പ്രസിദ്ധമാണ്. പൃഥുവാണ് ഭൂമിയെ ഒന്ന് ചിട്ടപ്പെടുത്തിയെടുത്തത്. കാർഷിക നമ്മൾ വിഷു ഒക്കെ ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. ഈ കലപ്പ ഭൂമിയെ നിരപ്പാക്കുന്നതും ഭൂമിയിൽ കൃഷി ചെയ്യുന്നതും ഒക്കെ പൃഥുവിൻ്റെ ഭാഗമുള്ളത് അതിഗംഭീര വർണ്ണനയാണ്. ഈ പൃഥു ആവശ്യപ്പെടുന്നതാണ്. ഭൂമിയും പൃഥുവും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്, വളരെ മനോഹരമാണ്. ആ ഭൂമിയാണ് പൃഥുവിനോട് പറയുന്നത്, എനിക്ക് വത്സം കൽപ്പയമേ വീര, എനിക്കൊരു കുട്ടിയെ സങ്കല്പിച്ച് തരൂ. എന്നിട്ട് എങ്ങനെയാണോ പശു അകിട് ചുരത്തുക കുട്ടിക്ക് വേണ്ടിയിട്ട്, അതുപോലെ ദോഹനത്തിലൂടെ എടുക്കും എന്നാണ്. അപ്പോൾ എങ്ങനെയാണ് ഭൂമിയിൽ നിന്ന് നമ്മൾ വിഭവങ്ങളെ ശേഖരിക്കേണ്ടത് എന്നുള്ളത് ഭൂമിയും പൃഥുവും തമ്മിലുള്ള സംഭാഷണത്തിലുണ്ട്. അപ്പോൾ ഭൂമി പറഞ്ഞു കൊടുക്കുന്നതാ, എനിക്കൊരു കുട്ടിയെ സങ്കല്പിച്ച് തരിക, എന്നിട്ട് ആ കുട്ടിക്ക് വേണ്ടത് ചോദിക്കുന്നത് പോലെ. അങ്ങനെയാണ് ഓരോരോ ഓരോരുത്തരെ ഇവിടെ മുന്നിൽ നിർത്തിയിട്ട് അവർക്കായിക്കൊണ്ട് ഓരോന്ന് മേടിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ പശുക്കളെ മുന്നിൽ നിർത്തി ഭൂമിയിൽ നിന്ന് പുല്ല് മുതലായിട്ടുള്ളത് മേടിക്കുന്നു. ഇങ്ങനെ സകലർക്കും വേണ്ടിയിട്ട്. എന്തിന്? അസുരന്മാർ മദ്യം വേണമെന്ന് ആവശ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് ഭൂമി ഈ മറ്റേ കൊട്ടുവടി പോലുള്ള മദ്യം അസുരന്മാർക്ക് നൽകുന്നു. അതുപോലെ ദേവന്മാർക്കും വീര്യം കൂടിയ മദ്യം ഭൂമി നൽകുന്നതൊക്കെ ഉണ്ട്. ഇതിൽ അങ്ങനെയുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സയൻസ് ഒക്കെ പറയുന്നത് എങ്ങനെയാണോ, ഈ മഹാഭാരതത്തിൽ തന്നെ കാണാം, വസ്ത്രങ്ങൾ വൃക്ഷങ്ങൾ നൽകുന്നത് സൂക്ഷ്മാർത്ഥത്തിലാണ് പറയുന്നത്. കാരണം നമ്മുടെ കോട്ടൺ എന്ന് പറയുന്ന ഫാബ്രിക്സ് മുഴുവൻ വരുന്നത് ഇതിൽ നിന്നാണല്ലോ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ അതിനെ പുകഴ്ത്തുന്നുണ്ട്. ഈ വസ്ത്രം തരുന്നത് അങ്ങല്ലേ, അവിടുന്നല്ലേ ഞങ്ങളെ. എന്ത് മനോഹരാണ് എന്ന് ആലോചിച്ച് നോക്കൂ. വൃക്ഷത്തോട് ഇങ്ങനെ പറയുന്നതാണ്, ഞങ്ങളെ ഇങ്ങനെ പുതപ്പിച്ചിരിക്കുന്നത്, ഞങ്ങൾക്ക് വേണ്ടുന്ന വസ്ത്രം നൽകിയവൻ അങ്ങല്ലേ എന്ന് ചോദിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. എന്ത് സട്ടിലായിട്ടുള്ളതാ. നമുക്ക് പോലും ഇപ്പോഴും ആ ഒരു ചിന്ത ഇല്ലല്ലോ. ഈ ഫാബ്രിക്സ് എത്ര പേർക്കുണ്ട് ആ ചിന്ത? ഈ കോട്ടൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എവിടുന്നാണ്, ഇതിന്റെ റൂട്ട് ഏതാണ്? അപ്പൊ നമ്മളിപ്പോ ഈ പോളിസ്റ്ററും അതും ഇതും എന്നൊക്കെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിരിക്കുകയാണല്ലോ. എന്നാലും ലോകത്തില് ഇന്ത്യ ഫാബ്രിക്സിൽ വലിയൊരു രാജ്യമാണ്. ഇന്നും നമ്മളെ നമ്മളുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നത് ചൈനയാണ്. ഇരിക്കട്ടെ, നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെയുള്ള അതൊക്കെയാണ് ഈ വേനനും ഈ പറഞ്ഞ പൃഥുവും ഭൂമിയും തമ്മിലുണ്ടാക്കിയ ഡീലിൽ നിന്നാണ് ഈ ഭൂമി ഇതെല്ലാം ഇന്ന ആളുകൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് വേനപുത്രനായിട്ടുള്ള പൃഥുവിനെ കുറിച്ചാണ്. ആ പൃഥു, പിന്നെയോ ഇക്ഷ്വാകു, മഹാത്മാവായിട്ടുള്ള ഇക്ഷ്വാകു, പിന്നെയോ യയാതി, അംബരീഷൻ, മാന്ധാതാവ്, നഹുഷൻ, മുജുകുന്ദൻ, ഉശീനരപുത്രനായിട്ടുള്ള ശിബി, ഋഷഭൻ, ഇളാനന്ദനായിട്ടുള്ള പൂരൂരവസ്, നൃഗൻ, കുശികൻ, ഗാദി, സോമകൻ, ദിലീപൻ. ഇങ്ങനെ മഹാബലവാന്മാരായിട്ടുള്ള രാജാക്കന്മാര് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ഈ ഭാരതവർഷം സർവേഷാമേവ രാജേന്ദ്ര പ്രിയം ഭാരതം, അവർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ടതായിരുന്നു ഈ ഭാരതവർഷം, ഈ ഭൂമി എന്ന് പറയുകയാണ്. തുടർന്ന് പറയണു, തത്തേ വർഷം പ്രവക്ഷ്യാമി യഥായമരിന്ദമ ശൃണുമേ ഗതതോ രാജൻ യന്മാരത്വം പരിപൃച്ഛസി. ആ ഭാരതവർഷത്തെ തത് തേ വർഷം, ആ വർഷത്തെ അഹം പ്രവക്ഷ്യാമി, ഞാൻ അങ്ങേക്ക് ഇവിടെ പറയാൻ പോവുകയാണ്. അതിനെ അങ്ങ് കേട്ടാലും, ഞാൻ നന്നായി പറയാം. ശൃണുമേ, എന്നിൽ നിന്ന് അങ്ങ് കേട്ടാലും. എന്നിട്ട് പറയുന്നു, മഹേന്ദ്രോ മലയ സഹ്യ ശുക്തിമാന്യക്ഷവാനഭി വിന്ധ്യശ്ച പരിയാത്രശ്ച സപ്തൈതേ കുലപർവതാഹ. ഈ ഭാരതവർഷത്തില് മഹേന്ദ്രം, മലയം, സഹ്യം, ശുക്തിമാൻ, ഋക്ഷവാൻ, വിന്ധ്യൻ, പാരിയാത്രൻ, ഇങ്ങനെ 7 കുലപർവങ്ങളുണ്ട്.
ഇത് കുലപർവതാഹ. ഇത് ഈ 7 എന്താണ് നമ്മൾ 7 കോണ്ടിനെന്റ് എന്ന് പറയുന്നത്? ഈ 7 കോണ്ടിനെന്റ് കൺസെപ്റ്റ്, ഈ 7 കോണ്ടിനെന്റ് ഇതിൽ പറയുന്നുണ്ട്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതിലെ സമുദ്രത്തെക്കുറിച്ചും സമുദ്രത്തിന്റെ വൈവിധ്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. ഏതായാലും ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ 7 കുലപർവ്വതങ്ങൾ. തേഷാം സഹസ്രശോ രാജൻ പർവ്വതാസ്തേ സമീപതഃ അവിജ്ഞാത സാരവന്തോ പിപുലാശ്ചിത്രസാനവ. ഇതിന്റെ തേഷാം സഹസ്രശോ രാജൻ, ഇതിന്റെ ചുറ്റുപാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് വിസ്താരത്തോടു കൂടിയിട്ടുള്ളതാണ്. ഇതിന് വിചിത്രങ്ങളായിട്ടുള്ള ശിഖിരങ്ങളോട് കൂടിയിട്ടുള്ള വലിയ പ്രസിദ്ധങ്ങളല്ലാത്ത അനേക പർവ്വതങ്ങളും ഉണ്ട്. അന്യേ തതോപരിജ്ഞാത ഹ്രസ്വോപജീവന മ്ലേച്ഛാശ്ച കൗരവ്യതൈർമിശ്രിതാ പുരുഷാ വിഭോ നദീം പിബന്തി വിപുലാം ഗംഗാം സിന്ധും സരസ്വതീം ഗോദാവരീം നർമ്മദാം ച ബാഹുദാം ച മഹീനദീം ശതദ്രും ചന്ദഭാഗാം ച യമുനാം ച മഹാനദീം ദൃഷദ്വതീം വിപാശാംശ്ച വിപാപം സ്ഥൂലവാലുകാം നദീം തേത്രാവതീം ചൈവ കൃഷ്ണവേണാം ച നിമ്നഘാം ഇരാവതീം വിതസ്താം ച പയോഷ്ണീം ദേവികാം അപി വേദസ്മൃതാം വേദവതീം ത്രിദിവാം മിക്ഷുലാം കൃമിം കരീഷിണീം ചിത്രവാഹം ചിത്രസേനാം ച നിമഗ്നകാം. ഇത് മനോഹരമായിട്ടുള്ള പേരുകളാണെന്നറിയോ? പലരും വീടുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ പേരുകളാണ് ഇടേണ്ടത് എന്നൊക്കെ ചിലപ്പോൾ നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ വീടുകൾക്ക് പേരുകൾ ഇടണമെങ്കിൽ ഇതാ നല്ല നല്ല നദികളുടെ പേരുകൾ പറയുന്നുണ്ട്. അപ്പോ ഇതൊന്നും കൂടാതെ അന്യേ തതോ അപരിജ്ഞാത ജീവനഃ, ചെറിയ ചെറിയ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി അതിനൊക്കെ ആശ്രയിക്കുന്ന എത്രയോ ചെറിയ പർവ്വതങ്ങളും ഉണ്ട്. അതൊക്കെ ഓരോരോ ചെറിയ ചെറിയ, അപ്പോൾ എന്തൊരു കൺസെപ്റ്റാ നോക്കൂ. ഈ ചില പർവ്വതങ്ങളും അതൊക്കെ എന്ന് പറഞ്ഞാൽ അത്തരം ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ള, ഇതെല്ലായിടത്തും നമ്മൾ കയറി ഇങ്ങനെ വലിയ പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആൻഡമാൻ നിക്കോബർ ഐലൻഡുകളിലൊക്കെ എത്രയോ ഐലൻഡുകളുണ്ട്. ആ പല ഐലൻഡുകളിലും നമുക്ക് പ്രവേശനമില്ല. കാരണം അവിടെ ഉള്ള ചില ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയുള്ളതാണ്. അവിടെ ചില ആദിമ മനുഷ്യന്മാരുണ്ട്. അവർക്കും അവരുടേതായിട്ടുള്ള ജീവിതം. നമുക്കിപ്പോൾ എല്ലാവരെയും സ്കൂളിൽ കൊണ്ടുപോകുക എന്നുള്ള ഒരു ചിന്തയാണ്. അങ്ങനെയല്ല, അവരുടെ രീതിയിൽ ജീവിക്കാൻ. അപ്പൊ പലരും ഉള്ള പല പല ജീവജാലങ്ങൾക്കായിട്ട് പ്രത്യേകം പർവ്വതങ്ങളുണ്ട്. അവിടെ ആളുകൾ ജീവിക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ ഒരു എന്താണ്, ഒരു യാഥാർത്ഥ്യമാണ്. അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് പുതുതായിട്ട് കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതുപോലത്തെ ഒരു ഏർപ്പാടല്ല. നമ്മൾ പറയുമ്പോൾ ക്ഷമിക്കണേ, അത് മോശമാണെന്നല്ല. പക്ഷേ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും ഇന്നതൊക്കെയാണ്. അത് ഇന്നതുകൊണ്ട് പ്രസിദ്ധമാണ്. ഇന്നന്ന ആളുകളാണ് അവരൊക്കെ. അതത് പ്രദേശങ്ങളിലുണ്ട്. അവിടെ എന്താണ്, ആര്യന്മാര്, മ്ലേച്ഛന്മാര്, സങ്കരജാതിയിൽപ്പെട്ടവര്, ഇവരൊക്കെ ജീവിക്കുന്നുണ്ട്. ആര്യ മ്ലേച്ഛാശ്ച കൗരവ്യേ തൈർമിശ്രിത പുരുഷോ വിഭോ. ഇവിടെയൊക്കെ ഇങ്ങനെ മിശ്രിതങ്ങളായിട്ടും അങ്ങനെയൊക്കെ ജീവിക്കുന്നവരുണ്ട്. ഇനി ഇവർക്കൊക്കെ കുടിക്കാനുള്ള എന്താണ്, പിബന്തി വിപുലാം, അവർക്കൊക്കെ വിസ്തരിച്ച് ശുദ്ധജലം കുടിക്കാനുള്ള ശുദ്ധജലം നൽകുന്ന നദികളുടെ പേരും ഞാൻ പറയാം രാജാവേ എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഗംഗാം സിന്ധും സരസ്വതീം ഗോദാവരീം നർമ്മദാം ച ബാഹുദാം ച മഹീനദീം. ഏതൊക്കെയാണ് ആ നദികള്? ഗംഗ, സിന്ധു, സരസ്വതി, ഗോദാവരി, നർമ്മദ, ബാഹുദ,
മഹാനദി, ശതദ്രുവതി, കൃഷ്ണവേണ, കൃഷ്ണവേണിയാണത്, കൃഷ്ണവേണി, ഇരാവതി, വിതസ്താപയോക്ഷ്ണി, ദേവിക, വേദസ്മൃത, വേദവതി, ത്രിദിവ, ഇക്ഷുല, കൃമി, കരീഷിണി, ചിത്രവാഹ, ചിത്രസേന. തുടരുന്നു. ഇനിയും നദികളുടെ പേരുകളാണ്, കേട്ടോളൂ. ഗോമതീം ധൂമപാപാം ച വന്ദനാം ച മഹാനദീം കൗശികീം ത്രിദിവാം കൃത്യാം നിജിതാം ലോഹിതാരിണീം രഹസ്യാം ശാതകുംഭാം ച സരയൂം ച തദൈവ ച ചർമ്മണ്വതീം വേത്രവതീം ഹസ്തിസോമാം ദിശം തഥാ ശരാവതീം പയോക്ഷ്ണീം ച വേണാം ഭീമരതീമപി കാവേരീം ചുലുകാം ചാപി വാണീം ശതബലാമപി. പല നദികളും നമ്മുടെ നാട്ടിലുള്ള നദികളുടെ ഒക്കെ പേരുകൾ ഉണ്ട് കേട്ടോ. കാരണം ഈ ഇന്ത്യയിലെ നദികളെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ അടുത്ത് ഇവിടെ ഒരു ഗംഭീര പുസ്തകം ഉണ്ടായിരുന്നു, അതിഗംഭീര പുസ്തകം, വളരെ പഴയ പുസ്തകമാണ്. ഒരു വിദ്വാൻ ഇവിടുന്ന് വായിക്കാൻ കൊണ്ടുപോയിട്ട് പിന്നെ സാധനം കിട്ടിയിട്ടില്ല. നമുക്ക് ഏറ്റവും വലിയ സങ്കടം എന്താന്ന് പറഞ്ഞാൽ, നമ്മുടെ ആ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ പഴയ സ്പൈസസ് ബോർഡിന്റെ ചെയർമാനായിരുന്ന, കൊച്ചിൻ എയർപോർട്ടിന്റെ ഇതായിട്ടിരുന്ന ജയതിലക് IAS സാർ ഇവിടെ വന്ന സമയത്ത് നമ്മൾ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ സാറിന് അത് കിട്ടണം എന്ന് പറഞ്ഞിട്ട് പല പ്രാവശ്യമായിട്ട് നമ്മളോട് പറഞ്ഞു. നമുക്ക് ഒരു രക്ഷയില്ല, ഈ വിദ്വാൻ അത് വേറെ ആർക്കോ കൊടുത്തുപോയി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലാത്തൊരു ഔട്ട് ഓഫ് പ്രിന്റ് ആയിട്ടുള്ള ബുക്കാണ്. അതിൽ ഈ സകല സംഭവങ്ങളും വരുന്നുണ്ട്. നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയതും അല്ലെങ്കിൽ മറ്റു പല പേരുകളിൽ അറിയപ്പെടുന്ന നദികളുടെയൊക്കെ ശരിയായ കൃത്യമായ വിവരണം മഹാഭാരതത്തിൽ നിന്നും പലതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ നമുക്ക് അത് ഓർമ്മ വന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ പറയുന്നു, ഈ നദികളൊക്കെ ഏതൊക്കെയാണ് നോക്കൂ. ഗോമതി, ദൂതപാപ, വന്ദന, കൗശികി, ത്രിദിവ, കൃത്യ, നിജിത, ലോഹിതാരിണി, രഹസ്യ, ശതകുംഭ, സരയു, ചർമ്മണ്വതി, വേത്രവതി, ഹസ്തിസോമ, ശരാവതി, പയോക്ഷ്ണി, വേണ, ഭീമരതി, കാവേരി, ചുലുക, വാണി, ശതബല. തുടരുന്നു ഇനി. നീവാരമഹിതാം ചാവി സുപ്രയോഗാം ജനാധിപ പവിത്രാം കുണ്ടലീം സിന്ധും രാജനീം പുരമാലിനീം പൂർവാഭിരാമം വീരാം ച ഭീമാ മോഘവതീം തഥാ പാശാശിനീം പാപഹരാം മാഹേന്ദ്രാം പാടലാവതീം കരീഷീണി മസ്കിനീം ച കുശചീരാം മഹാനദീം മകരീം പ്രവരാം മേനാം ഹേമാകൃതവതീം തഥാ പുരാവതീമനുഷ്ണാം ശൈബ്യാം കാപീം ച ഭാരത സദാ നിരാമദൃശ്യാം ച കുശധാരാം മഹാനദീം. നീവാര, അഹിത, സുപ്രയോഗ, പവിത്ര, കുണ്ടലി, സിന്ധു, രാജനി, പുരമാലിനി, പൂർവാഭിരാമ, വീര, ഭീമ, ധാഗവതി, പാശാശിനി, പാപഹര, മഹേന്ദ്ര, പാടലാവതി, കരീഷിണി, അസിക്നിയൊക്കെ ഹിമാലയത്തിലുള്ള നദിയാണ് ഇപ്പോഴും. കുശചീര, മകരി, പ്രവര, മേന, ഹേമ, ഘൃതവതി, പുരാവതി, അനുക്ഷ്ണ, ശൈബ്യ, കാപി, മഹാനീര, അദൃശ്യ, കുശധാര. ഇതൊക്കെ ശുദ്ധജലാണെന്നാട്ടോ പറഞ്ഞത്, കുടിവെള്ളത്തിനുള്ള നദികളാണ്. സദാകാന്താം ശിവാം ചൈവ തഥാ വീരമതീമപി വസ്ത്രാം സുവസ്ത്രാം ഗൗരീം ച കമ്പനാം സഹിരണ്വതീം വരാം വീരകരാം ചാപി പഞ്ചമീം ച മഹാനദീം രഥചിത്രാം ജ്യോതിരഥാം വിശ്വാമിത്രാം കപിഞ്ജലാം ഉപേന്ദ്രാം ബഹുളാം ചൈവ കുവീരാം അംബുവാഹിനീം വിനദീം പിഞ്ജലാം വേണാം തുംഗവേണാം മഹാനദീം.
വിദിശാം കൃഷ്ണവേണാം ച താമ്രം ച കപിലാമപി ഖലും സുവാമാം വേദാംശോ ഹരിശ്രവാം മഹാഭഗാം ശീഘ്രാം ച പിച്ചിലാം ചൈവ ഭാരദ്വാജീം ച നിംനഗാം കൗശികീം കിംനഗാം ശോണാം ബാഹുദാതാമ ചന്ദ്രമാം ദുർഗാം ചിത്രശിലാം ചൈവ ബ്രഹ്മവേദ്യാം ബൃഹദ്വതീം യവക്ഷാമധരോഹീം ച തഥാ ജംബൂനദീമപി. വിസ്തരിക്കുകയാണ്. എന്താണ്? സദാകാന്ത ശിവ വീരമതി വസ്ത്ര സുവസ്ത്ര ഗൗരി കമ്പന ഹിരണ്വതി വര വീരകര പഞ്ചമി രഥചിത്ര ജ്യോതിരഥ വിശ്വാമിത്ര കപിഞ്ചല ഉപേന്ദ്ര ബഹുള കുബീര അംബുവാഹിനി വിനതി പിഞ്ചല വേണ തുംഗവേണ വിദിശ കൃഷ്ണവേണ താമ്ര കപില ഖലു സുവാമ വേദാശ്വ ഹരിശ്രവ മഹാപഗ ശീഘ്ര പിച്ചില ഭരദ്വാജി കൗശികി ശോണ ബാഹുധ ചന്ദ്രമ ദുർഗ ചിത്രശില ബ്രഹ്മവേദ്യ ബൃഹദ്വയവക്ഷ റോഹി ജാംബൂനദി സുനസാം താമസാം ബാസിം വാസാമന്യാം വരാണസീം നീലാം ഘൃതവതീം ചൈവ പർണാശം ച മഹാനദീം മാനവീം വൃഷഭാം ചൈവ ബ്രഹ്മമേദ്യാം ബൃഹദ്നദീം ഏതാശ്ചന്യാശ്ച ബഹുധാ മഹാനദ്യോ ജനാധിപ. അല്ലയോ മഹാരാജൻ, ദാ വീണ്ടും ഞാൻ പറയുന്നു, സുനസ തമസ, തമസ നദിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതെ, സുനസ. ഇതിൽ ഒരുപാട് നദികൾ നമ്മുടെ നോർത്ത് ഈ ഹിമാലയത്തിൽ തന്നെ കൈവഴികളായിട്ട് വരുന്നതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പേരുകളുണ്ട്. പലതും ഗംഗയിൽ പോയി ചേരുന്നത്, എന്താ പ്രസിദ്ധങ്ങളായിട്ടുള്ള ഗംഗയായിട്ട് ധൗലി ഗംഗ എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇതിൽ വരുന്നതാണ്. അപ്പൊ ഏതായാലും സുനസ തമസ ദാസി വാസ വാരണസി നീലാകൃതവതി പർണശ മാനവി വൃഷഭ ബ്രഹ്മമേദ്യ ബൃഹധനി, ഇങ്ങനെ മഹാനദികൾ. സദാ നിരാമയാം കൃഷ്ണാം മന്ദകാം മദവാഹിനീം ബ്രാഹ്മിണീം ച മഹാഗൗരീം ദുർഗാമപി ച ഭാരത ചിത്രബലാം ചിത്രരഥാം മഞ്ജുളാം വാഹിനീം തഥാ മന്ദാകിനീം വൈതരണീം കോശാം ചാപി മഹാനദി ശുക്തിമതി മനംഗാം ച തദൈവ വൃഷസാഹ്വയാം ലോഹിത്യാം കരതോയം ച തദൈവ വൃഷകാഹ്വയാം കുമാരി ഋഷികുല്യാം ച തദൈവ ച സരസ്വതീം മന്ദാകിന്യം സുപുണ്യാം ച സർവാം ഗംഗാ ച ഭാരത സർവാം ഗംഗാം ച ഭാരത. എന്തൊക്കെയാണ്? അല്ലയോ രാജാവേ, ഇതാ സദാ നിരാമയ കൃഷ്ണ മന്ദക മന്ദവാഹിനി ബ്രാഹ്മണി മഹാഗൗരി ദുർഗ ചിത്രോൽപല ചിത്രരഥ മഞ്ജുള വാഹിനി മന്ദാകിനി വൈതരണി കോശ ശുക്തിമതി അനംഗ വൃഷ ലോഹിത്യ കരതോയ വൃഷക കുമാരി ഋഷികുല്യ മാരിഷ സുപുണ്യ സർവ ഗംഗ. ഇതിലെ വെള്ളമാണ് ഭാരതവർഷത്തിലെ ജനങ്ങൾ കുടിക്കുന്നത്. വിശ്വസ്യ മാതര സർവ സർവാശ്ചൈവ മഹാബല തഥാ നദ്യസ്ത്വപ്രകാശഃ ശതശോധ സഹസ്രശഃ. അല്ലയോ മഹാരാജാവേ, ഇതെല്ലാം തന്നെ ഈ പറഞ്ഞ വിശ്വസ്യ മാതര സർവ, ഓ എന്തൊരു പ്രയോഗ നോക്കൂ, എന്ത് ഗംഭീര പ്രയോഗമാണ്. വിശ്വസ്യ മാതര സർവ, ഈ പറഞ്ഞ നദികളെല്ലാം തന്നെ വിശ്വത്തിന്റെ അമ്മമാരാണ്. ആ നമ്മുടെ സംസ്കാരമുള്ള, ഇത് പറഞ്ഞ ഒരു സംസ്കാരമുള്ള ജനത നമ്മുടെ നദികളെയൊക്കെ നശിപ്പിച്ച് നാരായണക്കല്ല് എടുപ്പിക്കുന്നത് ആലോചിക്കുമ്പോൾ
നമുക്ക് എത്ര 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 മാത്രം നമുക്ക് അറിവുണ്ട്. അപ്പൊ ഈ മഹാഭാരതം പോലുള്ള ഇത്തരം ഭാഗങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ അയൽവക്കത്തുള്ള നദികളെങ്കിലും നമ്മളൊന്ന് പരിശുദ്ധമാക്കണ്ടേ? എൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള മാലിന്യവും നദിയിലേക്ക് വരില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ ഇതൊക്കെ കുടിക്കാൻ യോഗ്യമായിട്ടുള്ള നദിയായില്ലേ? ഇവിടെ എന്തു ഗംഭീര പ്രയോഗ പറഞ്ഞു. വിശ്വസ്യ മാതര സർവ സർവാശൈവ മഹാബല. ഇതൊക്കെ ലോകത്തിന്റെ തന്നെ അമ്മമാരാണ് ഇവരെല്ലാം. ഇതൊക്കെ പുണ്യം തരുന്നതാണ്. മഹാബല തഥാ നദ്യസ്ത്വ പ്രകാശ. ഇതൊക്കെ എന്താണ്? നമ്മളെയൊക്കെ ഈ വിശ്വത്തെ തന്നെ, ഈ മുഴുവൻ ജീവന്റെ ഉറവിടം തന്നെ അവിടെയാണല്ലോ. അതുകൊണ്ട് ശതശോധ സഹസ്രശ, ഇനിയും നദികൾ ആയിരക്കണക്കിനുണ്ട് മഹാരാജന്. ഇത്യേതാ സരിതോരാജന് സമാഖ്യാതായതാ സ്മൃതി അത ഊർധ്വം ജനപദാൻ നിബോധഗതമോ തത മമ. ഹേ രാജന്, എൻ്റെ ഓർമ്മയിൽ പെട്ട നദികളുടെയൊക്കെ പേര് ഞാൻ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങക്ക് ഈ ഭാരതവർഷത്തിലെ രാജ്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ജനപദാൻ നിബോധ, ഈ ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയാം. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഈ അധ്യായം കഴിഞ്ഞ് ഇതിൽ നമ്മുടെ കേരളം പറയുന്നുണ്ട്. അതാണ് രസം. ഈ നമ്മുടെയൊക്കെ ധാരണ എന്താണെന്നറിയോ? ഈ തെങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ നാടിന് ഈ പേരുണ്ടായത്. അങ്ങനെയല്ല. കേരള രാജനുണ്ട്, ഒരാൾ രാജാവിന്റെ പേരാ, അതിൽ നിന്നാണ്. എന്തായാലും ഇരിക്കട്ടെ. അപ്പൊ മഹാഭാരതത്തിൽ നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇവിടത്തെ ചന്ദനമരത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നദിയായിട്ടുള്ള പമ്പയെക്കുറിച്ചും ഒക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. തത്രമേ കുരു പാഞ്ചാല ശാല്വാമദ്രേയ ജംഗലാഹ ശൂരസേനാ പുളിന്ദാശ്ച ബോധാമാലാസ്തദൈവ ച മത്സ്യ കുശല്യ സൗശല്യ കുന്ദയകാന്തി കോസലാഹ ചേതി മത്സ്യ കരൂഷാശ്ച ഭോജാ സിന്ധു പുളിന്ദകാഹ ഉത്തമാശ്വ ദശാർണാശ്ച മേഖലശ്ചോത്കലൈ സഹ പാഞ്ചാല കോസലാശ്ചൈവ നൈകപൃഷ്ടാ ദുരുന്ധരാഃ ഗോധാമദ്രകലിംഗാശ്ച കാശയോ പരകാശയഃ ജഠരാ കുക്കുരാശ്ചൈവ സദശാർണാശ്ച ഭാരത കുന്ദയോ വന്ദയശ്ചൈവ തഥാവാപരകുന്ദയഃ ഗോമന്ദാ മണ്ഡകാ സണ്ഡാ വിദർഭാ രൂപവാഹിക അശ്മക പാണ്ഡുരാഷ്ട്രാശ്ച ഗോപരാഷ്ട്രാ കരീദയ അതിരാജ്യ കുശാദ്യശ്ച മല്ലരാഷ്ട്രം ച കേവലം. എന്തൊക്കെയാണ്? കുരു, പാഞ്ചാലം, ശാല്വം, മാദ്രേയ ജാങ്കലം, ശൂരസേനം, ഇതൊക്കെ രാജ്യങ്ങളുടെ പേരാണ്. അനേക രാജ്യങ്ങൾ കൂടിയിട്ടാണല്ലോ ഭാരതം ആയിട്ടുള്ളത്. ഇതൊക്കെ രാജ്യങ്ങളാണ്, നമുക്കറിയാലോ. അപ്പോ ഭാരതവർഷം എന്ന് പറയുന്നത് ആ ഭാരതവർഷത്തിലെ രാജ്യങ്ങളാണ് ഇതൊക്കെ. അപ്പോ മാദ്രേയ ജാങ്കലം, ശൂരസേനം, പുളിന്ദം, ചേതി, മത്സ്യം, കരൂഷം, ഭോജം, സിന്ധു പുളിന്ദം, ഉത്തമാശ്വം, ദശാർണം, മേഖലം, ഉൽക്കലം, പഞ്ചാലം, കോസലം, നൈകപൃഷ്ടം, ദുരന്തരം, ഗോദ, മദ്ര, കലിംഗം, കാശി, അപരകാശി, ജഠരം, കുക്കുരം, ദശാർണം, കുന്തി, അവന്തി. അവന്തിയാണ് നമ്മുടെ അയോധ്യ എന്ന് പറയുന്നത്. ഇതിലെല്ലാം ഭാഷകളും ഉണ്ട് കേട്ടോ. അതാണ് ഏറ്റവും വലിയ കോമഡി. ഈ പേരിൽ ഭാഷകളുണ്ട്. ഇപ്പൊ അവന്തി, അവധി ഭാഷ, അതാണ് അവന്തിയാണ് ഭാഷ. അപരകുന്തി, ഗോമന്ദം, മന്ദകം, സണ്ഡം, വിദർഭം, രൂപവാഹികം, അശ്മകം, പാണ്ഡുരാഷ്ട്രം, ഗോപരാഷ്ട്രം, കരീതി, അതിരാജ്യം, കുശാദ്യം,
മല്ലരാഷ്ട്രം. തുടരുന്നു. വാരവാസ്യായ വാഹകാശ്ച വാഹാശ്ച ചക്രാശ്ചക്രാദയാശകാഃ വിദേഹാ മഗധാ സാക്ഷ്വാമലജാ വിജയാസ്തദാ അംഗാ വംഗാ കലിംഗാശ്ച യഗുർലോമാന ഏവ ച മല്ലാ സുദേക്ഷ്ണാ പ്രഹ്ലാദാ മാഹികാഃ ശശികാസ്തദാ ബൽഹികാ വാടധാനാശ്ച ആബീരാ കാലതോയകാഃ അപരാന്താ പരാന്താശ്ച പഞ്ചാലാശ്ചർമ്മമണ്ഡലാഃ അടവീ ശിഖരാശ്ചൈവ മേരുഭൂതാശ്ച മാരിഷ ഉപവൃത്താനുപവൃത്താഃ സൗരാഷ്ട്രാ കേകയാസ്തഥാ കുന്ദാപരന്ദാമാഹയാഃ കക്ഷ സാമുദ്രനിഷ്കുടാ അന്ത്രാശ്ച ബഹവോ രാജൻ ഗിര്യാർസ്തദൈവ ച ബഹിർഗൈർമഗധാ മാനവർജകാഃ സമന്തരാ പ്രാവിഷേയാ ഭാർഗവാശ്ച ജനാധിപാ. പറയുന്നു എന്തൊക്കെയാണ്? വാരവാസ്യം, അയവാഹം, ചക്രം, ചക്രാതിശകം, വിദേഹം. വിദേഹം സീതയുടെ വൈദേഹിയാണല്ലോ, വിദേഹ രാജ്യത്ത് നിന്നാണ് വന്നത്. മഗധം, മഗധ, സ്വക്ഷം, മലജം, വിജയം, അംഗം, വംഗം. അംഗം വംഗം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ വൈശാലിയിൽ നെടുമുടി പറയുന്ന അംഗരാജ്യത്തിൽ നിന്നും മംഗരാജ്യത്തിൽ നിന്നും വന്ന കലിംഗം ഇതൊക്കെ അതിൽ പ്രയോഗിക്കുന്നുണ്ട്. ഇവരൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അംഗം, വംഗം, കലിംഗം, യഗുർലോമ, മല്ലം, സുദേക്ഷണം, പ്രഹ്ലാദം, മാഹികം, ശശികം, ബാൽഹികം, വാടധാനം, ആബീരം, കാലതോയകം, അപരാന്തം, പരാന്തം, പഞ്ചാലം, ചർമ്മമണ്ഡലം, അടവി, ശിഖരം, മേരുഭൂതം, ഉപാവൃത്തം, അനുപാവൃത്തം, സൗരാഷ്ട്രം, കേകയം, കുന്ദാപരാന്തം, മാഹേയം, കക്ഷം, സമുദ്രനിഷ്കുടം, ബഹുസംഖ്യകം, ആന്ധ്രം, ആന്ധ്ര, അന്തർഗിരി, ബഹിർഗിരി, അംഗമലജം, മഗധം, മാനവർജകം, സമന്തരം, പ്രാവൃഷേയം, ഭാർഗവം. നമ്മുടെ ഇതിന് ഭാർഗവ ക്ഷേത്രം എന്ന് പറയാറുണ്ട്, പക്ഷേ അത് വേറെ, ഇത് ഭാർഗവം വേറെ. പുണ്ട്ര, ബർഗ, കിരാതാശ്ച സുദൃഷ്ടാ യമുനാസ്തദാ ശകാ നിഷാദാ നിഷധാ സ്തദൈവാന്തർനൈരുധാഃ ദുർഗാല പ്രതിമത്സ്യാശ്ച കുന്തള കോസലാസ്തദാ തീരഗ്രഹ ശൂരസേന ഈജിക കന്യകാ ഗുണ തിലഭാര മസീരാശ്ച മധുമന്ദ സുഗന്ധകാഃ കാശ്മീര സിന്ധു സൗവീര ഗാന്ധാര ദർശകാസ്തദാ അബീസാര ഉലൂദാശ്ച ശൈവല ബാൽഹികാസ്തദാ ദർവീ ച വാനവാ ധർവാ വാദചാമരദോരകാഃ ബഹുവാദ്യാശ്ച കൗരവ്യ സുതാമാന സുമല്ലികാഃ വദ്ന കരീഷാകാശ്ചാപി കുളിന്ദോപത്യഗതസ്തദാ വനായവോ ദശാപാർശ്വരോമണ കുശബിന്ദവ കച്ച ഗോപലകക്ഷാശ്ച ജംഗലാകുരുവർണകാഃ കിരാത ബർഭര സിദ്ധ വൈദേഹ ശ്രോമപൽക്ക ഓണ്ട്ര മ്ലേച്ഛ സൈസിരിന്ദ്ര പർവതീയാശ്ച മാരിഷ. തുടരാണ്. പുണ്ട്രം, ബർഗം, കിരാതം, സുദൃഷ്ടം, യാമുനം, ശകം, നിഷാദം, നിഷധം, ആനർത്തം, നൈഋതം, ദുർഗാലം, പ്രതിമത്സ്യം, കുന്തയം, കോസലം, തീരഗ്രഹം, ശൂരസേനം, ഈജികം, കന്യകാകുലം, തിലഭാരം, മസീരം, മധുമാൻ, സുഗന്ധകം, കാശ്മീരം, സിന്ധു സൗവീരം, ഗാന്ധാരം, ദർശകം, അഭീസാരം,
അലൂകം, ശൈവാലം, ബാൽഹികം, ദാർവി, വാനവം, ദർവം, വാതജം, ആമരതം, ഉരകം, ബഹുവാദ്യം, സുധാമം, സുമല്ലികം, വദ്രം, കരീഷകം, കുളിന്തം, ഉപത്യകം, വനായു, ദശം, പാശ്വരോമം, കുശബിന്ദു, കച്ചം, ഗോപാലകക്ഷം, ജംഗലം, കുരുവർണകം, കിരാതം, ബർബരം, സിദ്ധം, വൈദേഹം, ത്രാമലിപ്തം, ഓണ്ട്രം, മ്ലേച്ഛം, സൈസിരന്ധ്രം, പാർവതീയം, അധാപരേ ജനപദ, ദക്ഷിണാ ഭരതർഷഭ. ദക്ഷിണം നമ്മുടെ ഈ ഭാഗത്തേക്ക് പറയുകയാണ്. അവിടെ നിന്നിട്ട് അധാപരേ ജനപദ, ദക്ഷിണാ ഭരതർഷഭ, ദ്രവിഡ, കേരള പ്രാച്യ, ഭൂഷിക, വനവാസികാഃ, കർണാടക, മഹിഷക, വികൽപ, മൂഷകാസ്തഥാ, ധില്ലിക, കുന്തളാശ്ചൈവ, സൗഹൃദ, നഭകാനന, കൗകുട്ടകാസ്തഥാ, ചോല, കൊങ്കണ, മാളവാനരാः, സമംഗ, കരകാശ്ചൈവ, കുകുരാങ്കാര, മാരിഷാः, ദ്വിജിന്യുത്സവത്സേകോസ്ത്രി, ഗർത്ത, ശാല്വസേനയാः, വ്യൂഗ, കോകബഗ, പ്രോക്ഷ, സമവേഗ, വശാസ്തഥാ, തദൈവ വിന്ധ്യചുളികാः, പുളിന്ദ, വൽഗലൈ സഹ, മാളവ, ബല്ലവാശ്ചൈവ, തദൈവാപരോ ബല്ലവാः, കുളിന്ദ, കാലദാശ്ചൈവ, കുണ്ടല, കരടാസ്തഥാ, മൂഷക, സ്തനവാലാശ്ച, സനീപ, ഗൃഢസഞ്ജയാः, അടിത, പാശിവാടാശ്ച, തനയാ, സുനയാസ്തഥാ, ഋക്ഷിക, വിദർഭ, കാക, സ്തംഗണ, പരതംഗണാः, ഉത്തരാശ്ച, പരംമ്ലേച്ഛ, ക്രൂര, ഭരതസത്തമ, യവനാംശ, ചീനകംബോജ, ദാരുണ, മ്ലേച്ഛ ജാതയ. തുടർന്ന് പറയുന്നതാണ് എന്താണ്? ദ്രവിഡം. നമ്മൾ പറയുന്ന ദ്രാവിഡ ദേശം. ദ്രവിഡം, കേരളം, പ്രാച്യം, മൂഷികം. നമ്മുടെ നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ പറയുന്നതാണല്ലോ മൂഷിക രാജാവ്. നമ്മുടെ ഏഴിമല ആ പ്രദേശമൊക്കെ മൂഷിക രാജാവ് പറ്റിയ മൂഷികം. വനവാസികം. നമ്മുടെ ഈ നേവൽ അക്കാഡമി എടുത്തിട്ടുള്ളതിൻ്റെ ഇപ്പോഴത്തെ നേവൽ അക്കാഡമി ഇരിക്കുന്നത് മൂഷികത്തിന്റെ ആസ്ഥാനമാണ്. ആ വനവാസികം, കർണാടകം, ഇതൊക്കെ ആ ഭാഗം പറയാന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ സൗത്ത് ഇന്ത്യയെ പറയുന്നത്. കർണാടകം, മഹിഷ്കം, മാഹിയം തോന്നിട്ട് എന്തായാലും, വികൽപ്പം, മൂഷകം, ജില്ലികം, കുന്തളം, സൗഹൃദം, നഭകാനനം, കുട്ടകം. കുട്ട എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട് വയനാടിന്റെ അടുത്ത്. എന്തായാലും കുട്ടകം, ചോളം, കൊങ്കണം, കൊങ്കണികളുടെ കൊങ്കണം, മാലവം, നരം, സമംഗം, കരകം, കൂരകം, അങ്കാരം, മാരീഷം, ധ്വജനി, ഉത്സവസങ്കേതം, ത്രികർത്തം, ശാല്വസേനി, വ്യൂകം, കോകബകം, പ്രോഷ്ടം, സമവേഗവശം, വിന്ധ്യചുളികം, പുളിന്തം, വൽക്കലം, ബല്ലവം, അപരബല്ലവം, കുളിന്തം, കാതലം, കുണ്ടലം, കരടം, സനീപം, ഘടം, സൃജയം, അണിതം, പാശിവാടം, തനയം, സുനയം, ഋഷികം, വിദഭം, കാകം, തങ്കണം, പതഗണം, ഉത്തരം, ക്രൂരം, അപരമ്ലേച്ഛം, യവനം, ചീനം. ഇങ്ങനെ മ്ലേച്ഛന്മാർ താമസിക്കുന്ന കാംബോജം. കാംബോജം മ്ലേച്ഛന്മാരുടെ സ്ഥലമാണ്. എന്താണ് ഇങ്ങനെ സകൽ തതൈ രമണാശ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക, ഒരു 250-300 അടുത്ത് രാജ്യങ്ങളുടെ വിസ്തരിച്ച പേര് പറയുക. എന്നിട്ട് പറയാണ് ഏതേ ചാന്യ ജനപദ. ഇതൊന്നും അല്ലാതെ രാജന് കിഴക്കും പടിഞ്ഞാറുള്ള മറ്റനേക രാജ്യങ്ങളെ, ഇതിന്റെ അനേക രാജ്യങ്ങളെ ഞാൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ ഇതൊക്കെ തന്നെ ഇവരെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട യഥാ ഗുണബലം ചാപി ത്രിവർഗസ്യ മഹാഫലം
ദുഹ്യേത ധേനു കാമദുഃഖ് ഭൂമി സമ്യക് അനുഷ്ഠിത. അപ്പൊ സ്വന്തം ഗുണങ്ങൾക്കും ബലത്തിനും അനുസരിച്ച് ഈ ഭൂമിയെ നല്ലവണ്ണം പരിപാലിക്കുന്നു എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കുന്ന കാമധേനുവിനെ പോലെ ധർമാർത്ഥ കാമമോക്ഷത്തെ ഉണ്ടാക്കിത്തരും. അതുകൊണ്ട് തസ്യാം, അതുകൊണ്ട് ധർമ്മത്തിലും അർത്ഥത്തിലും കാമത്തിലും നിപുണന്മാരായിട്ടുള്ള ഈ വീരന്മാരായിട്ടുള്ള രാജാക്കന്മാര് ഇതിനെ കിട്ടണം എന്ന് ആഗ്രഹിച്ച് അവരുടെ ജീവത്യാഗത്തിനായിട്ട് അവർ വരുന്നു. അതായത് പിതാ ഭ്രാതാശ്ച പുത്രാശ്ച ഖം ദ്യൗശ്ച നരപുംഗവ ഭൂമിർഭവതി ഭൂതാനാം സമ്യക് ചിത്ര ദർശന. രാജന് ഭൂമിയുടെ സ്വരൂപത്തെ ശരിക്കും മനസ്സിലാക്കിയാൽ ഇത് വാസ്തവത്തില് പിതാ ഭ്രാതാശ്ച പുത്രാശ്ച ഖം ദ്യൗശ്ച നരപുംഗവ, ഇതിൻ്റെ ഈ ആകാശവും ഭൂമിയും ജലവും അഗ്നി ഇതിനെയൊക്കെ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിന് പിതാവും മാതാവും പുത്രനും സഹോദരനും പുണ്യലോകവും എല്ലാമായിട്ട് മാറും. അതുകൊണ്ട് ഭൂമിയെ അറിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ആ അധ്യായം അവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ ഉത്സാഹപ്പെടുന്നുണ്ട്. നമ്മളിങ്ങനെ വലിയൊരു ലിസ്റ്റ് വായിച്ചു. ആ ലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഈ ഇത്രയും രാജ്യങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഇംഗ്ലീഷുകാർ വരുന്ന സമയത്ത് ഇവിടെ ഇത്രയും 300 ചില്ലാനും രാജ്യങ്ങൾ ഉണ്ടായിരുന്നു, 400 രാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത് ഏതാണ് ഇതൊക്കെ എന്ന് ചോദിച്ചതാ, ഇതൊക്കെയാണ് ഇത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.